മെയ് 12 മുതൽ 14 വരെ പൗരസ്ത്യ സഭകൾ വത്തിക്കാനിൽ ജൂബിലി ആഘോഷിക്കുന്നു. ജൂബിലി ആചരണത്തിന്റെ ഭാഗമായി വത്തിക്കാനിലെ പേപ്പൽ ബസിലിക്കകളിൽ പൗരസ്ത്യ സഭകൾ തങ്ങളുടെ ആരാധനാക്രമത്തിൽ ദിവ്യബലി അർപ്പണം നടത്തി. മെയ് 12 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മുഴങ്ങിയത് ഗീസറീത്തിലുള്ള ദിവ്യബലി ഗീതങ്ങളാണ്. എത്യോപ്യ, എറിത്രിയ മേഖലകളിൽ നിന്നുള്ള വിശ്വാസികൾ രാവിലെ 8:30 സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ കൊയർ ചാപ്പലിൽ ഒരുമിച്ചുകൂടി അദീസ് അബാബ അതിരൂപതാധ്യക്ഷൻ കർദിനാൾ ബെർഹാനിയസസ് ഡെമേറിയോ സൗറാഫേലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഗീസറീത്തിൽ വിശുദ്ധ ബലിയർപ്പണം നടത്തി. അസ്മാറ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മെൻഗേസ്റ്റപ്പ് ടെസ്ഫ മാറിയം സഹകാർമ്മികനായി. പൗരസ്ത്യ സഭയുമായി ബന്ധപ്പെട്ട ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ ക്ലോഡിയോ ഗുജറാത്തി ദിവ്യബലി മധ്യേ വത്തിക്കാനിലെത്തിയ പൗരസ്ത്യ സഭാ അംഗങ്ങളെ സ്വാഗതം ചെയ്തു. എത്യോപ്യൻ, എറിത്രിയൻ കത്തോലിക്ക സഭകൾ പിന്തുടരുന്നത് അലക്സാൻഡ്രിയൻ പാരമ്പര്യവും ഗീസ് ആരാധനാക്രമവുമാണ്. അതേസമയം ഉച്ചയ്ക്ക് 1 മണിക്ക് സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അർമേനിയൻ നിറയത്തിലുള്ള ദിവ്യബലി അർപ്പണം നടത്തപ്പെട്ടു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കോപ്റ്റിക് സഭാംഗങ്ങൾ ഒരുമിച്ച് അലക്സാൻഡ്രിയ പാത്രാക്കീസ് ഇബ്രാഹിം ഐസക് സെഡ്രക്കിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പണം നടത്തി. വിശ്വാസത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒട്ടനവധി രക്തസാക്ഷികളാൽ സമ്പന്നമാണ് കോപ്റ്റിക് സഭയെന്ന് കർദിനാൾ ക്ലോഡിയോ ഗുജറാത്തി ദിവ്യബലി മധ്യേ പറഞ്ഞു. അതിമോഹം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് ഇന്ന് ലോകത്തിലുള്ളത്. യുദ്ധത്തിൽ നിന്നും കലാപത്തിൽ നിന്നും മാറി നിൽക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ലോകത്തിനായി പ്രാർത്ഥിക്കണമെന്നും കർദിനാൾ ക്ലോഡിയോ ഗുജറാത്തി ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.